ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് യൂട്യൂബ് അൽഗോരിതം? 2022 യൂട്യൂബ് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമന്റ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം നൽകാം. അപ്പോൾ നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. ഓരോ വ്യൂവേഴ്സിനും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുക എന്നതാണ് യൂട്യൂബ് അൽഗോരിതം ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റ് വീഡിയോസ് വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക വഴി വ്യൂവേഴ്സിനെ കൂടുതൽ സമയം യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിലനിർത്തുക എന്നതാണ് യൂട്യൂബ് ലക്ഷ്യമിടുന്നത്. യൂട്യൂബ് അൽഗോരിതം എങ്ങനെയാണ് വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു വീഡിയോയുടെ പെർഫോമൻസ് എല്ലാം നോക്കി അതിൻ്റെ റാങ്കിങ് എല്ലാം കണക്കിലെടുത്താണ് യൂട്യൂബ് ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ട്രെൻഡിങ് വീഡിയോസിന് കൂടുതൽ പ്രയോറിറ്റിയാണ് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ ലഭിക്കുക. അതിനാൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ട്രെൻഡിങ് ടോപ്പിക്സ് എല്ലാം സെലക്ട് ചെയ്യാൻ പറയുന്നത്. രണ്ടാമതായി ഒരു യൂസറുടെ ഹിസ്റ്ററി നോക്കി, അതായത് ഏത് ടൈപ്പിലുള്ള കണ്ടന്റാണ് ആ യൂസർ വാച്ച് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനു സമാനമായ വീഡിയോസ് ആണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. യൂട്യൂബിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് യൂസേഴ്സിനെ കൂടുതൽ സമയം പ്ലാറ്റ്ഫോമിൽ നിലനിർത്തുക, അതുപോലെ അഡ്വർടൈസ്മെന്റ് എല്ലാം യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇനി നമുക്ക് യൂട്യൂബ് അൽഗോരിതം നമ്മുടെ ചാനലിന് ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എന്നാൽ ഒരുപാട് പേർ അവർ ഇമ്പോർട്ടൻസ് നൽകാത്ത ഒരു കാര്യമാണ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ. 2022 ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂസ് എല്ലാം കൊണ്ടുവരുന്നതിന് നിർണായകമായ ഒരു പങ്കാണ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. അതിനാൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താണെങ്കിലും നല്ല വീഡിയോ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുന്നത് വീഡിയോയുടെ വാല്യൂ വർദ്ധിപ്പിക്കും. അതുപോലെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ റാങ്കിങ് എല്ലാം വർദ്ധിപ്പിക്കാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഒരു പെർഫെക്റ്റ് ആയ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് നൽകുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ഇന്റൻഷൻ എന്താണ് എന്ന് യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. യൂട്യൂബ് അൽഗോരിതം നമുക്ക് ഫേവറായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഓഡിയൻസിന് വാല്യൂ നൽകുക എന്നത്. സ്ഥിരമായി നല്ല വാല്യൂസ് എല്ലാം ഉള്ള വീഡിയോസ് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുക വഴി നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് എല്ലാം പെട്ടെന്ന് വർദ്ധിക്കും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വീഡിയോയുടെ ടൈറ്റിൽ അതുപോലെ തംബ്നെയിൽ എന്നിവയാണ്. ഇവയുടെ ഇമ്പോർട്ടൻസ് നേരത്തെ ചെയ്ത വീഡിയോസിലും ഞാൻ സ്പെസിഫൈ ചെയ്തതാണ്. അപ്പോൾ പല തരത്തിലുള്ള ടൈറ്റിൽ അതുപോലെ തംബ്നെയിൽ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏത് ടൈപ്പിലുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ തംബ്നെയിൽ എല്ലാമാണ് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വർക്കാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് തംബ്നെയിൽ അതുപോലെ ടൈറ്റിൽ എല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് എളുപ്പമാകും. നമ്മുടെ ഓഡിയൻസിനെ കൂടുതൽ സമയം നമ്മുടെ വീഡിയോയിൽ നിലനിർത്താൻ സാധിക്കുക എന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് നമ്മുടെ ചാനലിന്റെ എൻഗേജ്മെന്റ് മെട്രിക്സ് അതുപോലെ വാച്ച് ടൈം എല്ലാം വർദ്ധിക്കാൻ സഹായിക്കും. നമ്മുടെ കണ്ടന്റ് കൂടുതൽ പേരെല്ലാം ഇഷ്ടപ്പെടുമ്പോൾ അവർ തീർച്ചയായും അവരുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കെല്ലാം ഇത് ഷെയർ ചെയ്യും. ഇതുവഴി യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വ്യൂവേഴ്സിന് റിലവൻ്റ് ആയ കണ്ടന്റ് എല്ലാം ചെയ്യുക എന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.